ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ തിരുവെഴുത്തുകളെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 90-ൽ പരം എപ്പിസോഡുകളിൽ പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ഈടുറ്റ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകി കഴിഞ്ഞു. ഇന്നും പ്രേക്ഷകരിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചനത്തിൽ ഇപ്രകാരം കാണുന്നു: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. ചോദ്യം ഇതാണ്: ഇവിടെ സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാക്ഷാൽ സമുദ്രമോ അതോ പാപത്തെ ഉദ്ദേശിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, പാപത്തെ ഉദ്ദേശിച്ച് സമുദ്രം എന്ന വേർഡ് ബൈബിളിൽ ഉപയോഗിക്കാറില്ല. ഓക്കെ. സമുദ്രവും പാപവും തമ്മിൽ കമ്പാരിസൺ ഇല്ല. അല്ലെങ്കിൽ ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പാപം എന്ന സെൻസ് നമുക്ക് തരാൻ സമുദ്രം എന്ന വേർഡ് ഉപയോഗിക്കുന്നില്ല. അപ്പം അവിടെ സംശയത്തിന്റെ ആവശ്യമില്ല. ബൈബിളിലെ ചില കാര്യങ്ങൾ 100% ലിറ്ററലാണ്. 100% ലിറ്ററലാണ്. അതിന് സിംബോളിക്കോ ഫിഗറേറ്റീവായ ഒരർത്ഥമില്ല. ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ആകാശം, ഈ ഭൂമി, അത് ഈ സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഈ സോളാർ സിസ്റ്റം ഇല്ലാതാകും, സൂര്യൻ ഇരുണ്ടുപോകും. സൂര്യൻ ഇരുണ്ടുപോയി കഴിഞ്ഞാൽ ആർക്കും ഒരു വെളിച്ചവും എനർജിയും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ സോളാർ സിസ്റ്റം റിഡൻഡന്റ് ആയി, പിന്നില്ല, ഇല്ല, ഫിനിഷ്ഡ്. ദൈവം ഇതിനു പകരം വേറൊരു സോളാർ സിസ്റ്റം സൃഷ്ടിക്കും. ആ വേറൊരു സോളാർ സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ഫ്ലോറയും ഫോണയും അല്ല. നമ്മുടെ ഇന്നത്തെ ക്ലൈമാറ്റിക്കൽ സിറ്റുവേഷൻ അല്ല, ഇന്നത്തെ ജീവികളുമല്ല, ഇന്നത്തെ മനുഷ്യരുമല്ല. ഇന്ന് കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഫാക്ടർ സമുദ്രവും സമുദ്ര സാമീപ്യവുമാണ്. കാലാവസ്ഥ നിയന്ത്രിക്കുന്ന സമുദ്ര സാമീപ്യമാണ്. ഒരു പ്രദേശത്തിന് സമുദ്രമായിട്ടുള്ള അകലവും അടുപ്പവുമാണ് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ദൈവം സൃഷ്ടിക്കുന്ന പുതിയ ഭൂമിയിൽ 3 കാര്യങ്ങളില്ല. ഇപ്പോഴത്തെ ഭൂമിയും ആകാശവും തീ കൊണ്ട് വെന്തുപോകും. ചൂളവും ദിവസം വരും അല്ലേ? അതിനെപ്പറ്റി പത്രോസിന്റെ ലേഖനത്തിൽ അന്ന് ആകാശം കൊടുവെളിപ്പു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിന്റെ പണിയും വെന്തുപോകും, ഫിനിഷ്ഡ്. ഇനി ഭൂമിയില്ല, അതിന്റെ പണിയില്ല, പൊയ്ക്കോ, എവിടെയും പൊയ്ക്കോ. അത് കഴിഞ്ഞ് എത്ര നാളുകൾക്ക് ശേഷം നമുക്കറിയില്ല. നോ ക്ലൂ. ഈ സംഭവത്തിന് ശേഷം അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയോ. ഈ ഭൂമിയിൽ നടക്കണ്ട. സ്വർഗത്തിൽ ന്യായവിധിയുടെ നിമിഷം നടന്നുകൊണ്ടിരിക്കുക, ഡൂംസ്ഡേ. ഡൂംസ്ഡേ എത്ര നാളുകൊണ്ട് തീരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ലോകത്തിലെ ആദ്യത്തെ പാപം ചെയ്തതായ കായീൻ മുതൽ അവസാനത്തെ പാപി ഇവർ ഒറ്റയ്ക്ക് വിളിച്ച് ന്യായവിധിക്കണം. ഗ്രൂപ്പ് ന്യായവിധി അല്ല.
ഇൻഡിവിജ്വൽ. ഒറ്റയ്ക്ക് ന്യായം വിധിക്കണം. അത് കഴിഞ്ഞാൽ സാത്താനെ ന്യായം വിധിക്കണം. അതെ അവന്റെ കൂടെ പണ്ട് ഇറങ്ങിപ്പോയ പിശാചുക്കളുണ്ട്, അതെ അതെ. ദൂതന്മാർ. ഇവനെ ഓരോന്നും വിധിക്കണം. ഇതെല്ലാം കൂടെ എത്ര നൂറ്റാണ്ട് കൊണ്ട് തീരുമെന്ന് ചിരിക്കരുത് സത്യം. അത് കഴിയുമ്പോഴത്തേക്ക് ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുക. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി കാണുന്നു. ആ പുതിയ ആകാശം പുതിയ ഭൂമിയും ദൈവ സൃഷ്ടിയാണ്. ലിറ്ററല് അക്ഷരികമായ ദൈവസൃഷ്ടിയാണ്. എന്താണ് ദൈവസൃഷ്ടിയുടെ പ്രത്യേകത? ഒന്ന്, അവിടെ സമുദ്രമില്ല. ആർക്കും കടപ്പുറത്ത് പോയി കിടക്കാൻ ബീച്ച് ഡ്രസ് ഒന്നും ഇനി അവിടെ മേടിക്കാൻ വേണ്ടി ആവശ്യമില്ല. ബീച്ചിൽ പോയി കിടക്കാൻ അവിടെ പ്രത്യേക ഡ്രസ് ഇട്ടുണ്ടല്ലോ ബീച്ച് കിടക്കാറുള്ളൂ. നോക്കുക, അവിടെ ഇല്ല. രണ്ട്, അവിടെ സൂര്യനില്ല. കുഞ്ഞാടാണ് അതിന്റെ വിളക്ക്. മൂന്ന്, അവിടെ പ്രൊക്രിയേഷൻ ഇല്ല. വീണ്ടും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നില്ല. ഫിനിഷ്ഡ്. ദൈവത്തിന് ആവശ്യമുള്ള മക്കളെ മനുഷ്യരായി കഴിഞ്ഞു. ഇനി മനുഷ്യരില്ല, ഇനി പ്രൊക്രിയേഷനും ഇല്ല. അതാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നത്. ആ ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ഇങ്ങോട്ട് മാറ്റും. ദൈവത്തിന്റെ അഡ്രസ് ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. So God has a tabernacle among man. മനുഷ്യന്റെ കൂടാരം ആ കൂട്ടത്തിൽ ആരുടെയും കൂടാരമുണ്ട്? ദൈവത്തിന് ആരെങ്കിലും കത്തയച്ച സൗകര്യത്തിൽ ചെന്നിട്ട് റീലായിരിക്കും ഇവിടെ വരും. നമുക്ക് ഇമാജിനേഷൻ പറയാം. കാരണം ഇപ്പൊ ഇനി അവിടെ അല്ല. ഈ മനുഷ്യന്റെ കൂടെ താമസിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നാലാമത്തെ അറ്റംപ്റ്റാണ്. ഒന്നാമത്തെ അറ്റംപ്റ്റ് ആദാമിനെ അവൻ സൃഷ്ടിച്ചു. എല്ലാ വെയിലാറുമ്പോഴേ ഇറങ്ങി വരും. ഇത് പദ്ധതിയായിരുന്നു, പക്ഷെ അതിൽ നാൾ പോയില്ല. അത് കഴിഞ്ഞ് സമാഗമനം സൃഷ്ടിച്ചു. നിർമ്മിക്കാൻ പറഞ്ഞു മോശയോട്. മനുഷ്യനോട് താമസിക്കും, കുറച്ച് ദിവസം ഇവിടെ താമസിക്കും, പിന്നെ അങ്ങ് പോകും, പിന്നെ ഇവിടെ പിന്നോട് പോകും. കാരണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോട് താമസിക്കാനാണ് ഏറ്റവും ഇഷ്ടമാണ്. എന്റെ കേരള ഒരു പഞ്ചാബി പെണ്ണുണ്ട്. അവൾക്കൊരു കുഞ്ഞുണ്ടായി. ഇപ്പൊ ഒരു 2 മാസം കഴിഞ്ഞു. കഴിഞ്ഞ അവളും കുഞ്ഞും കൊണ്ട് ഇവിടെ വന്നു. ഇവൾ ഒരു സെക്കൻഡ് കുഞ്ഞിനെ താഴെ വെക്കത്തില്ല. ഒരു സെക്കൻഡ് പോലും കുഞ്ഞിനെ താഴെ വെക്കത്തില്ല. ഇങ്ങനെ കുലി നടക്കാം. കുഞ്ഞിനിങ്ങനെ തള്ളി പിടിച്ച് ചിരിച്ചിരിക്കാം. ഞാൻ ചിന്തിക്കേണ്ട ദൈവമേ, ഈ കൊച്ചിന് എപ്പോ കൊതി തീരും? ഈ സ്ത്രീക്ക് ഈ കുഞ്ഞിനെ കണ്ട് എപ്പോ കൊതി തീരും? ആയിട്ടുണ്ടോ? അപ്പം മലാഖി പറഞ്ഞ ദൈവം പറയുക, The Lord your God rejoices over you. ഒരു കുഞ്ഞിനെ നോക്കിയിട്ട്, പ്രസവിച്ച കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മയ്ക്ക് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ഇതുപോലാണ് ദൈവത്തിന്. എത്ര കണ്ടാലും കൊതി തീരത്തില്ല, എത്ര കണ്ടാലും കൊതി തീരത്തില്ല. അതിനാ പറയുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കണം. ആർപ്പോടും നൃത്തത്തോടും സംഗീതത്തോടും കൂടെ ദൈവസന്നിധി വരണം. Because the joy of the Lord is your strength. Why? Because the Lord your God rejoices over you.
The Lord your God rejoices over you. അത് ദൈവത്തിന്റെ സ്വഭാവം. പക്ഷെ ഈ യഹൂദന്മാർക്ക് ഒരു ബോധമില്ലാഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്ത് ദൈവ സാന്നിധ്യം അവരിൽ മാറ്റിക്കളഞ്ഞു. ഇനി ദൈവത്തിന്റെ മൂന്നാമത്തെ അറ്റംപ്റ്റ് 1000 ആണ്ട് വാഴ്ചയാണ്. 1000 വർഷം ദൈവം മനുഷ്യരോട് താമസിക്കും. പക്ഷെ 1000 വർഷം കഴിയുമ്പോഴോ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിനെതിരെ തിരിയും. 1000 ആണ്ട് വാഴ്ച 1000 ആണ്ടേ ഉള്ളൂ. ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാൻ ഇനി ഫുൾഫിൽഡ് ആകണം. അതിനുവേണ്ടി ഈ ആകാശത്തിൽ ഈ ഭൂമിയിലും പറ്റത്തില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അതിന്റെ എനർജി സോഴ്സ് ദൈവമാണ്. എന്റെ സോഴ്സ് ഓഫ് എനർജി ദൈവമാണ് അല്ലേ? അവിടെ ഒരു അശുദ്ധനും അവിടെ വരാൻ പറ്റത്തില്ല. ഒരു പാവിക്ക് അവിടെ വരാനൊക്കത്തില്ല. വിശുദ്ധന്മാർ മാത്രമേ അവിടെ ഉള്ളൂ. എന്നെ പറ്റി ആ ഡിസ്ക്രിപ്ഷൻ ഒരുപാട് ദിവസം പറഞ്ഞിരിക്കുന്നത് ഒരു പാവിക്ക് അവിടെ വരാനൊക്കത്തില്ല. വിശുദ്ധന്മാർ മാത്രമേ അവിടെ ഉള്ളൂ. യുഗങ്ങളായിട്ട് തന്റെ ജനവുമായിട്ട് താമസിക്കാൻ പോവുക. അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി. അവിടെ സമുദ്രം ഇല്ലെന്ന് പറഞ്ഞാൽ പാപമില്ലെന്ന്. അവിടെ പാപമില്ല വേറൊരു കാര്യം. പക്ഷെ അവിടെ സമുദ്രത്തിന്റെ യഥാർത്ഥ അർത്ഥം സമുദ്രം ഭൂമിയാണ്, വേറൊരു അർത്ഥവും അതിനില്ല. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. താൻ 99-നെയും വിട്ടേച്ച് കാണാതെ പോയ ഒരാടിനെ തേടിപ്പോകുന്നു. അതേ അധ്യായം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു സ്ത്രീക്ക് ദ്രഹ്മയുണ്ടായിരുന്നു. 1 നഷ്ടപ്പെട്ടു. കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടും വരെ അന്വേഷിക്കുന്നു. അതേ അധ്യായം 11-ാം വാക്യത്തിൽ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനെ വിട്ടുപോകുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഈ 3 ഉപമകളുടെയും ഒരു വിശദീകരണമാണ്. ഈ 3 നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതുപോലെ പ്രത്യേകത അത് പല പെർസ്പെക്റ്റീവിൽ ആൾക്കാർക്ക് ഇത് വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒത്തിരി വ്യാഖ്യാനം തെറ്റാകത്തില്ല. ഞാനിപ്പോ എന്റെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ലല്ലോ. എന്നോട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞല്ലോ, വിശദീകരണമല്ലോ ചോദിച്ചല്ലോ. വിശദീകരണം ചോദിച്ചാൽ മതി. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് പീരീഡില് മനുഷ്യന് ദൈവം കൽപ്പനകളും ന്യായപ്രമാണങ്ങളും കൊടുത്തു. ഈ കൽപ്പനകൾ കൂടെ ന്യായപ്രമാണത്തിലൂടെ മാൻ ഷുഡ് സീക്ക് ഗോഡ്. മാൻ ഷുഡ് സീക്ക് ഗോഡ്. ആമോസ് പ്രവചനത്തിൽ you seek your God. Go and seek your God. Go and seek your God. പോയി നിന്റെ ദൈവത്തെ അന്വേഷിക്കാൻ. ആ ദൈവം ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോൾ തന്റെ സമീപനം പൂർണ്ണമായി മാറ്റിയിട്ട് instead of asking man to seek God, God came seeking after man. ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരിക. ഇതെങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ജൂയിഷ് ടീച്ചേഴ്സ് എപ്പോഴും ഉപമകളിൽ കൂടെ സംസാരിക്കത്തുള്ളൂ. സരളമായിട്ടാണ്. Our blessed Lord was one of the best teachers. ഉപമ കൂടാതെ ഒന്നും പറഞ്ഞില്ല. 3 ഉപമകൾ എടുത്തു. 1, കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ. ഞാൻ മുമ്പ് പറയാമായിരുന്നു, ഇയാൾ എന്തോ മണ്ടനാ, 99 കൂടിയില്ലയോ, ഒരെണ്ണം പോട്ടെന്ന് മരിക്കുന്നത് അല്ലേ? അങ്ങനല്ല. ഈ 99നെയും വിട്ടിട്ട് പോയി ആ കാണാതെ ഒരാടിനെ കണ്ടപ്പോ ഇത് കുരിയും കിടക്കുക. കാട്ടില് കൊമ്പോ കാലും ഒക്കെ കുരിയും കിടക്കുക.
എന്തോ പാടാ അവിടുന്ന് കുരുക്ക് മുഴുവൻ അഴിച്ചെടുക്കാൻ. ഉം. അടിച്ചെടുത്ത ഇതിന് നടക്കാൻ വയ്യ, ഉം. തോളിൽ നടക്കാൻ വയ്യ. പിന്നെ തോളത്തെടുത്തു. ഉം. എന്നാ പിടി ഇച്ചിരി പാല് കുടിക്കുകയും പാലും എല്ലാം ഉണ്ട് ആട്ടുകുട്ടിയെ. ഉം. ഇതിനെ ചുമന്നുകൊണ്ട് വരിക. അപ്പൊ യേശു ക്രിസ്തു he came seeking the last, the least and the lost. ഉം. Seeking the last, least and the lost. Yes. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇതാണ് ആടിന്റെ ഉപമ. ഇനിയും ബ്രഹ്മപ്പണത്തിന്റെ ഉപമയില് ഉം. ആ കണ്ടു കിട്ടിയപ്പോഴത്തെ സന്തോഷമാ. ഓക്കെ. ഉം. അതിനൊക്കെ എന്നെ വിളിച്ചു, ഉം. എന്റെ ചതുർബ്രഹ്മപ്പണം കണ്ടു കിട്ടിയിരിക്കുന്നു. കമോ നമുക്കൊരു ചക്കര കാപ്പി ഇങ്ങനെ കട്ടൻ കാപ്പി ചക്കര ഇട്ട ഒരു കട്ടൻ കാപ്പി ഇങ്ങനെ കുടിക്കാം. സന്തോഷം. ജോയ്. ഉം. നിനക്ക് 9 ഉണ്ടല്ലോ. ഉം. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ പാരഡൈംസ് എടുക്കാം. ഉം. ആവശ്യമില്ലാത്ത ഉം. ഇവരെ പറ്റി സ്വർഗത്തിൽ യാതൊരു പ്രസാദമില്ല. ഉം. മാനസാന്തരപ്പെട്ട ഒരു പാവി അതെ. അവൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലിബ്രേഷൻ ആ സ്വർഗത്തിൽ. ഉം. ഗ്രേറ്റ് സെലിബ്രേഷൻ ഇൻ ഹെവൻ. അത് തിരിച്ചു വരുന്നതിനുള്ള ദൈവത്തിന്റെ മനോഭാവം. ഉം. മൂന്നാമത്തത് ഈ നമ്മൾ ഈ മുടിയമ്പുത്തൻ എന്ന് പറയുന്ന പ്രോഡിഗൽ സൺ. അതെ. ഞാനായിരുന്നു ഇവനെ എന്റെ 7 അയലൊക്കെ തടിപ്പിക്കത്തില്ല. ഉം. ഇവൻ ആ റോഡിന്റെ അവിടെ വരുമ്പം ഉം. ആളെ വിട്ടൊരു മാടിയെ കൊണ്ട് അവനെ അടിച്ചോടിക്കാൻ പറയും. വസ്തുവിന്റെ പകുതി നഷ്ടപ്പെടുക്കണ്ടേ? ഉം. മനസ്സിലായോ? അതെ, മനസ്സിലായി. ഒരു റിച്ച് മാന്റെ ഫാമിലി പ്രോപ്പർട്ടിയുടെ പകുതി എന്ന് പറഞ്ഞാൽ വെൽത്തിന്റെ പകുതി അങ്ങ് പോയി. അതെ. അതെ. ഇപ്പൊ 100 വേലക്കാരുണ്ടായിരുന്നു, ഇപ്പൊ വേലക്കാരൻ നമ്പർ 50 ഉം. അല്ലേ? ഉം. ലൈഫ് സ്റ്റോക്ക് 1000 പശുക്കളുണ്ട്, ഇപ്പൊ 500 100 ഏക്കർ വെള്ളം ഇപ്പൊ 500. ഉം. ഒന്ന് നഷ്ടം ആലോചിക്കേ. അതെ, എന്തൊരു അന്യായമാണ്. ഉം. എന്തിനാ ഇവൻ വരുന്നു? അപ്പൊ ഇവന്റെ വിചാരം ഇവൻ അപ്പന്റെ വീട് വിട്ടാലാണ് റിയൽ ജോയ് ഉണ്ടാകുന്നത്. ഉം. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാൽ ഉം. കള്ളു കുടിക്കാം, വ്യഭിചരിക്കാം, അനാവശ്യങ്ങളെല്ലാം ഏർപ്പെടാം, എല്ലാ വൃത്തിയോടും കാണിക്കാം, അതിൽ സന്തോഷമുണ്ട് എന്നാ ചിലര് വിചാരിക്കുന്നത്. ഉം. ഇവന് തെക്കേ ദേശത്ത് പോയെന്ന എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അതിര് തെക്കാണ്, അതിന്റെ അപ്പുറം സോൾ ചെയ്തവനുമാണ്. ഓക്കെ. ആ. അവിടെ പോയി ഉം. അവിടെ പണ്ട് പ്രസിദ്ധമാണ്. ഉം. ആ നാട് അന്ന് മുതലേ വൃത്തികേടുകൾക്ക് പ്രസിദ്ധമാണ്. ഓക്കെ. ഓക്കെ. ഉം. കൊള്ളരാത പെണ്ണുങ്ങളും ഉം. കള്ളക്കച്ചവടം സകല കാര്യങ്ങളും ഉണ്ട്. ഉം. ഇവൻ അവിടെ പോയെന്നറിയാമോ? ആ അടിച്ചങ്ങ് തീർത്തു. ഉം. അവിടെ നിന്നാണ് ഈ വാളവരെ തിന്നാന് പ്രസിഡന്റ് അടുത്ത് പോകുന്നത്. അപ്പം അപ്പോഴാണ് അവന് മനസ്സിലായ റിയൽ ജോയ് അപ്പന്റെ ഭവനത്തിലേ ഉള്ളൂ എന്ന്. ഉം. ആ നമ്മളെ പഠിപ്പിക്കുന്നത് റിയൽ ജോയ് ഈസ് ഓൺലി വെൻ യു ആർ ഇൻ യുവർ ഫാദേഴ്സ് പ്രസൻസ്. ദൈവസന്നിധിയിൽ വിട്ടുപോകുന്നുണ്ട് ഒരിക്കലും നിനക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. Nobody has ever enjoyed life being far away from the presence of God. ദൈവസന്നിധി വിട്ട് ആർക്കും ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല, ഒരാൾക്കും. കാരണം അവിടെ സറ്റൈറ്റി എന്ന വേർഡ് ഉണ്ടാകുന്നില്ല, സംതൃപ്തി, സറ്റൈറ്റി ഉണ്ടാകുന്നില്ല. എന്ന് പറയുമ്പം ഒരാപ്പിള് നിന്ന് 2 ആപ്പിള് നിന്ന് 10 ആപ്പിള് നിന്ന് പിന്നെയും തിന്നണം. പക്ഷെങ്കിൽ ആ ആപ്പിള് കഴിക്കുന്നതിലുള്ള സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരിക.
അതെ. ഉം. ഇക്കണോമിക്സിൽ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഡിമിനിഷിങ്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന്. ഉം. അപ്പം ഈ കൺസ്യൂമർ സൊസൈറ്റിയിൽ ഒരിക്കലും ആരും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. ഒരു കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയിൽ ആരും ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. പക്ഷെ ദൈവസന്നിധിയിലുള്ള അല്പമോ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ. അപ്പം തിരിച്ചു വന്നു. തിരിച്ചു വന്നുകൊണ്ട് there is music, there is dance, there is feast, new cloth, ring on the finger. ചെരുപ്പുണ്ട്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷിച്ചോ അതിനപ്പുറം അപ്പന്റെ ഭവനത്തിലുണ്ട്. അപ്പന്റെ ഭവനം വിട്ടുപോയാൽ നിനക്ക് ഒരിക്കലും ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. അതാണ് മൂന്നാമത്തെ ഉപമയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് 72-ാം എപ്പിസോഡിൽ ആരാധനാ യോഗങ്ങളിൽ അന്യഭാഷയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? അന്യഭാഷ സഭയെ ഇളക്കിമറിക്കാനുള്ളതാണോ? പരിശുദ്ധാത്മാവ് ആരാധനയിൽ വന്നു പോകുന്നതാണോ? അന്യഭാഷ ദൈവമക്കൾക്ക് തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അന്യഭാഷയും ആരാധനയും അന്യഭാഷയും ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ചില സാഹചര്യങ്ങളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ബാധകൾ മാറുന്നതായും കേട്ടിട്ടുണ്ട്. ഇതാണ് ഒരു 7-8 years ago ഈ വിഷയം ഒരാൾ എന്നോട് ചോദിച്ചു. അന്ന് പാലക്കാട് IPCPA UIPA സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ നടക്കുക. എന്നോട് ചോദിച്ചു, ഞാനൊരു മറുപടി പറഞ്ഞു. മറുപടി പറയുമ്പോൾ തന്നെ ആശാന്മാര് പകുതിയായപ്പോൾ തന്നെ അവിടെ ഇറങ്ങി ലോകം മുഴുവൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ബാബുലോൺ വേട്ടവരെ പരിശുദ്ധാത്മാവിനായിട്ട് സംസാരിക്കുന്ന കള്ളനാണ്, ദുരുപദേശകനാണ്. ഇപ്പോഴും എനിക്കുള്ള 90% പാസ്റ്റർമാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ അന്യഭാഷയ്ക്ക് എതിരാണെന്നും പരിശുദ്ധാത്മാവിനെതിരാണെന്നും ഞാൻ ദുരുപദേശം പ്രസംഗിക്കുന്നതിനാണെന്നും. ഇതിന്റെ ആൻസർ വന്നു കഴിയുമ്പോഴും സെയിം ഇഫക്റ്റ് വീണ്ടും വരും. പിന്നെ കർത്താവ് പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കണം. നമുക്ക് എന്റേതായ ഒരു മറുപടി ഇതിനില്ല. എന്നാലും ഒന്നിനും ഇല്ലല്ലോ. ബാബുജോൺ സാറിന്റെ മറുപടി ഒന്നുമില്ല. തിരുവെഴുത്ത് പറയുന്നുള്ളൂ. തിരുവെഴുത്ത് എന്ത് പറയുന്നു അത്രേ ഉള്ളൂ. അല്ല, അതിനപ്പുറം ഒരു ആൻസർ പറയാൻ ഞാൻ സ്കോളറല്ല. എന്റേതായ രീതിയിൽ ജീവിപ്പിക്കാൻ ഞാനൊരു ലീഡറല്ല. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ എന്തോ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്റെ പ്രജകളെല്ലാം ഞാൻ പറഞ്ഞു കേൾക്കണമെന്ന് പറയാൻ, ഞാൻ വിശുദ്ധ തിരുവെഴുത്തുകൾ പൊരുൾ തിരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അതിനപ്പുറം എനിക്കൊന്നുമില്ല. എന്തിനാണ് അന്യഭാഷ തന്നിരിക്കുന്നത്? പർപ്പസ് നമ്പർ 1, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് തന്നെ സംസാരിക്കുന്നു. ദൈവമക്കളോട് സംസാരിക്കണം. കാര്യം എന്താ? ഇത് നമ്മുടെ അപ്പനായുണ്ട്. അപ്പനും മക്കളും തമ്മിൽ വർത്താനം പറയാത്ത പല വീടുകളുണ്ട്. മാമനാണെന്ന് എനിക്കറിയില്ല. മാം ബാംഗ്ലൂരാണ്. അവൾ വലിയ പുറ്റല്ലേ താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ എനിക്കറിയാം. പല കുടുംബത്തിലും അപ്പനും മക്കളും തമ്മിൽ വർത്താനം പറയത്തില്ല. എന്തോ ഭയം കൊണ്ടായിരിക്കും. ഭയം കൊണ്ടോ അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, ഇങ്ങനെ ബന്ധവുമില്ല. പിള്ളേർക്ക് തന്നെ അപ്പനോട് പറഞ്ഞ അമ്മയോട് പറയും, അമ്മ താണ്ടേ അവനെ ടൂറ് പോണെന്ന് പറയുന്നു. ഇന്നലെ ഇപ്പം ടൂറാ, ആ കഴുത ടൂറും തീർന്നു. അങ്ങനെ വീട്ടിൽ നമ്മൾ ചെല്ലാൻ നിൽക്കട്ടെ, വീട്ടിലെ അപ്പനും മക്കളും നമ്മളൊന്നും മിണ്ടത്തിൽ സംസാരിക്കുന്നില്ല. എന്തോ ബുദ്ധിമുട്ടാണ് വീട്ടിൽ മണിക്കൂർ ഇരിക്കാൻ, ഒരു മിനിറ്റ് ഇരിക്കാൻ.
ദൈവം ആഗ്രഹിക്കുന്നു തന്റെ മക്കൾ തന്നോട് സംസാരിക്കണമെന്ന്. അതെ. അതിനൊരു ഡയറക്റ്റ് ലിങ്കാണ്, ഡയറക്റ്റ് ലൈനാണ് അന്യഭാഷ. ഉം. ഏത് സമയത്തും പിതാവിനോട് സംസാരിക്കാം. ഉം. ഒന്ന്. രണ്ടാമത്തെ പർപ്പസ്, ഉം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തും. ഉം. സ്പിരിച്വൽ ഇൻക്രീസ്. Yes. ഈ ബാബുവിനോടൊന്ന് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉം. സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി നമ്മുടെ ബൈബിൾ മുഴുവൻ ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ടിൽ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഉം. കാനഡയിൽ നിന്നുള്ള ഒരു ബൈബിൾ ടോക്ക് ഷോ ഉണ്ട്, വെളിപ്പാട് പുസ്തകം അടിസ്ഥാനമാക്കിയുള്ളത്. ദെൻ നമ്മുടെ ഈ പ്രോഗ്രാം ഉണ്ട്. First answer session. ഉം. ബുക്സ് എഴുതുന്നുണ്ട് ധാരാളമായിട്ട്. വിസ്ഡം ക്യാമ്പും മറ്റു കോൺഫറൻസ് നടത്തുന്നുണ്ട്. ഇതിനൊക്കെ എനിക്ക് എവിടുന്ന കാര്യം ഇതിനേറ്റാകാൻ വയ്യാത്ത എനിക്ക് എവിടുന്ന ബലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് ആത്മീയ വർധന വരുത്തുന്നു. ഞാൻ മണിക്കൂർ ദിവസം സംസാരിക്കും അപ്പനോട്. ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, എനിക്ക് ആത്മീയ വർധന വരുത്തുകയാണ്. ആത്മീയ വർധന വരുത്തുന്നില്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഇല്ല. അതെ. ഉം. നമ്മളിപ്പം ഞങ്ങൾ കൃഷിക്കാരായതുകൊണ്ട് നമുക്കറിയാവുന്നതാണ്. ഒരു 100, 150, 200, 500 ഏത്തവാഴയൊക്കെ ഒരേ ടൈമിൽ നടുന്നത്. ഉം. ഏത്തവാഴയുടെ വിത്ത് കൊണ്ട് നടും. എന്നിട്ട് അത് വേനല്ല നടുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഉം. വേല അവസാനിക്കാറാകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കിളുത്ത് വരും. ചിലതുണ്ടല്ലോ ഈ ചെറിയൊരു കിളിപ്പ് വരും, വെള്ളം ഒഴിഞ്ഞ നാഗമില്ല. എന്റെ ഫാദറാണ് കൃഷിക്കാരൻ. ഒറ്റ ചവിട്ട് കൊടുക്കും എന്റെ മണ്ടയ്ക്ക്. ഉം. നോക്കിട്ട് എല്ലാവരും നല്ല വിത്ത് വരുമോന്ന്. നല്ലതായി കിളുക്കുമോ, ചിലപ്പം കിളുക്കും, ഇല്ലെങ്കിൽ ദൂരെ കളയും. ഇതിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. ഉം. ആത്മീയ വർധന വരുത്താത്ത ഒരുത്തൻ സഭയ്ക്കകത്തിരുന്നാൽ സഭയ്ക്കത് ഉപദ്രവമാണ്. ഉം. ഉം. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുന്നു. രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ, അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. Yes. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ഗ്രേറ്റ് തിങ്സ് ഓഫ് ഗോഡ് ഉം. അവൻ സംസാരിക്കുക. ഈ പ്രദേശത്ത് ദൈവശബ്ദം കേൾക്കണം. ഈ ദേശത്ത് ദൈവശബ്ദം കേൾക്കണം. ഞാനിവിടെ ഇരിക്കുക, ഉം. എന്നെ മുറിക്കാതെ അന്യഭാഷ സംസാരിക്കുക. ഉം. മുറിക്കാതെ അന്യഭാഷ സംസാരിക്കുക. എന്തോ സംഭവിക്കുന്നത്? ഉം. ഞാൻ ഈ പട്ടണത്തിൽ വരുന്നതിന് മുൻപ് ഉം. ഈ എൽസ്ട്രിയ ബോറംബുഡ് എന്നൊരു പട്ടണത്തിന്റെ ഒരു ബാക്ക് സൈഡിലുള്ള മെയിൻ സിറ്റിയുടെ ബാക്ക് സൈഡിലുള്ള ഒരു കെട്ടിടത്തിൽ താമസിച്ചത്. Okay. ഉം. That was most notorious for crimes and atrocities. Okay. ആ. ക്രൈംസ് ആൻഡ് അട്രോസിറ്റീസ് നിറഞ്ഞൊരു പട്ടണമില്ല. Okay. ഉം. പോലീസിന് തലവേദനയാണ്. ഉം. ഞങ്ങളുടെ വെള്ളിയാഴ്ച രാത്രിയിൽ അവിടെ താമസിക്കാൻ ചെന്നു. ഞാൻ വീടൊക്കെ നേരത്തെ കണ്ടിട്ട് ഉം. രാത്രി ഭാര്യ പറഞ്ഞു, നമുക്ക് നേരം വെളുക്കുമ്പോ ഈ നാട് വിടും, Okay. ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ നേരം ഒന്ന് വെളുക്കട്ട, ഉം. ഞാൻ നമുക്ക് പോലീസിനെ വിളിക്കാം. ഈ പോലീസിനെ ജീവന്മാരെ കൊണ്ട് നമ്മളെ കൊല്ലും. ഉം. തൂല് ബഹളമാണ്. ഉം. ഓക്കെ, നമുക്കെന്താ ചെയ്യാനിരുന്ന്? ഉം. ഞാൻ പ്രാർത്ഥിക്കും. 4 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും. 4 മണിക്കൂർ. Okay. ഉം. 4 മണിക്കൂർ, 2 മണിക്കൂറിലധികം അന്യഭാഷയിലാണ്. ഉം. 2 മണിക്കൂറധികം. ഒറ്റയാഴ്ച കൊണ്ട് പട്ടണം ശാന്തമായി. Okay. ആ. ഒറ്റയാഴ്ച പട്ടണം ശാന്തമായി. നിയർലി 10 years ഞാൻ അവിടെ താമസിച്ചു. Okay. ആ. ഈ 10 years എന്റെ ലാൻഡ് ലോഡ് വാടക കൂട്ടത്തില്ല. ഉം. എല്ലാവരും ബാബു എന്താന്ന് എനിക്കറിയത്തില്ല, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ. Okay. He could We don't know what's happening, but when we come here, it's a different atmosphere.
ഓക്കെ. ഒരു ക്രൈം ആൻഡ് അട്രോസിറ്റീസ് ഇല്ല. ഞാൻ എന്റെ ഫിസിക്കൽ മെഡിക്കൽ റീസൺസ് കാരണം ഞാൻ അവിടെ നിന്ന് മാറുക. അവർക്കെല്ലാം വലിയ സങ്കടം ഞാൻ മാറുന്നതിന്. ഒരാള് ഒരു സ്ഥലത്തിരുന്ന് അന്യഭാഷ നിറഞ്ഞ് സംസാരിച്ചുകൊണ്ട്, ഒറിജിനൽ ആയിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സംസാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ, ശബ്ദതരംഗങ്ങൾ അവിടെ മുഴുവൻ വ്യാപിക്കുക. ഒരു പൈശാചികതയോടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. സാധാരണ നാടുകളുടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ അന്യഭാഷയ്ക്കുള്ള പ്രോബ്ലമാണ്. ഏതാ അവന് ഇതിൻ്റെ അടുക്കാൻ പറ്റത്തില്ല. അടുത്തത്, അന്യഭാഷ വിശ്വാസിക്കല്ല അവിശ്വാസിക്ക് അടയാളമാണ്. ഒരാൾ ആത്മനിറവിൽ ദൈവത്തോട് സംസാരിക്കുന്ന അടയാളമാണ് അന്യഭാഷ. ഇത്രയും പെർപ്പസിനാണ് നമുക്ക് അന്യഭാഷ തന്നിരിക്കുന്നത്. There is no additional purpose. ഒന്നാമത്തെ കാര്യം, അന്യഭാഷകൾ ആരാധിക്കാമെന്ന് ഉച്ചാരണ ചിത്തോട് പറയാൻ ഇമാർക്ക് അറിയത്തില്ല. ആരാധിക്കാം. അന്യഭാഷ ആരാധിക്കാൻ തന്നിട്ടുള്ളതല്ല. നീ ആത്മനിർഭര ആരാധിക്കുന്നത് അന്യഭാഷ പറഞ്ഞുകൊണ്ടല്ല. ഇത് പറഞ്ഞാൽ ദുരുപദേശമാണെന്ന് എല്ലാവരും പറയും. ആരാധിക്കുന്നത് ആത്മാവ് നിറഞ്ഞ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ആരാധിക്കുമ്പോ ഒരുത്തന് പാട്ടുണ്ട്, ഒരുത്തന് പ്രാർത്ഥനയുണ്ട്, ഒരുത്തന് സങ്കീർത്തനമുണ്ട്, ഒരുത്തന് പ്രബോധനമുണ്ട്. ഇതെല്ലാം കൂട്ടായ്മയുടെ ഭാഗം. റൈറ്റ്. അന്യഭാഷ എന്ന് പറയുന്നത് ആരാധിക്കാനുള്ള ഒരു കാര്യമല്ല. ഇത് ആരാധിക്കാനുള്ളതാണെന്ന് ജനത്തെ പറഞ്ഞ് കള്ളത്തരം മനസ്സിലാക്കിയത് ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്ന് പറയുന്ന ആ കൂട്ടരാണ്. അവർക്ക് യാതൊരുമല്ല. അടച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിവരമുള്ള ഒരെണ്ണമില്ല. ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്നാണ് ഒരെണ്ണത്തിന് ബൈബിൾ അറിയിക്കുന്നത്. ഇവനീ പറയുന്ന ഒരു കാര്യവും ദൈവത്തിന് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളെ അല്ല. ഇതിന് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളെ അല്ല എന്ന് പറഞ്ഞാൽ ഇവന്മാരെ വിളിച്ചു പോവുക. എന്തോ വിളിച്ചു പോകുന്നില്ല, മനസ്സിലായോ? അവർക്കറിയത്തില്ല. ഞാൻ കഴിച്ച പറഞ്ഞില്ല, ഒരു ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് സകല മഹത്വവും ദൈവം ഞങ്ങൾ നിനക്ക് തരുന്നു. അത് നിന്റെ വല്ല മഹത്വം ഇരിപ്പുണ്ടോ? ചില നിന്റെ വല്ല മഹത്വം ഇരിപ്പുണ്ടോ? എന്റെ 5 കാശില്ല എന്നിരിക്കട്ടെ, ഒരു 100 പേരുടെ ചെന്നിട്ട് 500 രൂപ പിടിച്ചാട്ടെ, 500 രൂപ പിടിച്ചാട്ടെ, 500 രൂപ പിടിച്ചാട്ടെ, 500 രൂപ പിടിച്ചാട്ടെ. ആർക്ക് 500 കിട്ടിയോ? ഇനി ഒറ്റ പൈസ ഇല്ലല്ലോ. ഒറ്റ പൈസ ഇല്ലെന്ന് ഞാൻ മറ്റുള്ളവർക്ക് 500 രൂപ കൊടുക്കുന്നു, ഞാൻ എന്തോ അർത്ഥമുണ്ട്. ഞങ്ങൾ മഹത്വം തരുന്നു, മഹത്വം തരുന്നു, മഹത്വം രാജാ, മഹത്വം മഹത്വം മഹത്വം. എന്തോന്ന് മഹത്വം? എന്തൊരു കഷ്ടമാണിത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതുകൊണ്ട് പിതാവ് മഹത്വപ്പെടുന്ന, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നുണ്ട്. നിന്റെ ക്രിസ്തീയ ജീവിതം, നിന്റെ ആത്മീയ ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ പ്രാർത്ഥനാ ജീവിതം, നിന്റെ സുവിശേഷ ജീവിതം, സമൂഹത്തിലെ നിന്റെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ ഫ്രൂട്ട്ഫുൾ ആണ്. അതാ ദൈവത്തിന് മഹത്വമായി മാറുന്നത്. ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് ചെറുക്കന് ഇതിനെപ്പറ്റി ഒരു കുന്തം അറിയത്തില്ല. ഈ ചെറുക്കൻ വിളിച്ചു പറയാൻ കൂടുതൽ ഒന്നാണ് അന്യഭാഷയിൽ ആരാധിക്കാം എന്നാ പാസ്റ്റ് എഴുന്നേറ്റ് ചെറുക്ക നിർത്ത്. നീ ഇവിടെ ഈ ചെപ്പട പറ്റി കളിക്കണം, നീ പോയി മര്യാദ ഔട്ടിരിക്കുക. ചെറുക്കനെ ഓടിച്ചുകൊണ്ടായാലും അതില്ലതാന്. അപ്പം അന്യഭാഷ ഇതാണ് അതിന്റെ പർപ്പസ്.
ഇനി അന്യഭാഷ സംസാരിക്കുമ്പോൾ സാത്താൻ വിട്ടുപോകുന്നു എന്നുള്ളത് അതൊരു ശരിയായ കാര്യമാണ്. പലപ്പോഴും നമ്മൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ നമ്മളിലുള്ള ദൈവശക്തി സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. ഞാൻ തുള്ളും ചാടും കൈയിട്ടടിക്കും, നൃത്തം ചെയ്യും. കാരണം എന്നിൽ കടന്നു വരുന്ന ശക്തി എന്റെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ വലുതാണ്. ഈ ശക്തിയുടെ പ്രഭാവലയത്തിനടുത്തൊരു ദുഷ്ടശക്തി നിൽക്കാൻ കഴിയത്തില്ല. അവൻ അലറിക്കൊണ്ട് ഓടിപ്പോവും. അതൊരു ശരിയായ കാര്യമാണ്. ആരാധനയിൽ അന്യഭാഷ പറയുന്നത് അവർക്കാർക്കും ഇതുവരെ വെളിപ്പെട്ടില്ലാത്തൊരു കാര്യം ദൈവം നേരിട്ട് സഭയോട് സംസാരിക്കാനാണ്. സഭയ്ക്ക് ഇതുവരെ അറിയാമേ ആ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന്. അവർ ദൈവത്തിന് കൂടി വന്ന സഭയോട് ദൂത് അറിയിക്കാനുണ്ട്. ദൂത് അറിയിക്കാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരാൾ പെട്ടെന്ന് പ്രവചനാത്മാവായിട്ട് വെളിപ്പെടും. ഇദ്ദേഹം അന്യഭാഷയിൽ പ്രവചിക്കും. അപ്പം ഈ പ്രവചിച്ച കാര്യം എന്താണെന്ന് ജ്ഞാനാത്മാവിൽ അറിയാവുന്ന ഒരാൾ, പൊരുൾ തിരിക്കാവുന്ന ഒരാൾ അതിന് വ്യാഖ്യാനിച്ച് സഭയ്ക്ക് പറഞ്ഞു കൊടുക്കണം. വ്യാഖ്യാനം ഇല്ലെങ്കിൽ ഇയാൾ മിണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇയാൾ ജ്ഞാനപരം ഉണ്ടായിരിക്കണം. വെറും ഞാൻ അന്യഭാഷയിൽ പറയുന്നു, എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി വർഷം സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാവും അത്. ഞാൻ പറയുന്ന അന്യഭാഷയിൽ ഞാൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. വേറൊരാളെന്നെ നാക്കെടുത്തിട്ട് സംസാരിക്കുന്നു. നോട്ട് ഇൻ മൈ കൺട്രോൾ. എന്റെ കൺട്രോളിലല്ല ലാംഗ്വേജ്. എനിക്കത് മനസ്സിലാക്കാനുള്ള മച്യൂരിറ്റി ഉണ്ടായപ്പോ അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറൊരാൾ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് പലപ്പോഴും അറിയത്തില്ല. കാരണം ഞാൻ ആ കാര്യത്തിലല്ല ഫോക്കസ് ചെയ്തത്. എന്റെ ശുശ്രൂഷ എനിക്ക് ഏറ്റവും ഇഷ്ടം വചനം പൊരുതിരിക്കുന്നുള്ളതാണ്. മറ്റൊരാൾ അന്യഭാഷ പറഞ്ഞ് എന്തുമായിക്കോട്ടെ അത് പൊരുതിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും ദൈവം എനിക്ക് അത് തന്നില്ല, ഈ കൃപാവനെ തന്നുള്ളൂ. അപ്പം എന്തുകൊണ്ട് സഭയിൽ അന്യഭാഷ പറയണം? സഭയിൽ അന്യഭാഷ പറയണം. ഓരോ പറഞ്ഞു സഭ കൂടി എല്ലാവരും അന്യഭാഷ പറയുന്നു, നീക്കിക്കളയാൻ നീങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്ന് ഓരോ പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. ബട്ട് സഭ കൂടി വരുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുകയും വേറൊരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു പാപി അവിടെ ഇരിക്കുകയാണെങ്കിൽ അവന്റെ പാപത്തെ പറ്റിയായിരിക്കും ഇയാൾ വെളിപ്പെടുത്തുന്നത്. മറ്റൊരാൾ വ്യാഖ്യാനിച്ചു പറഞ്ഞു, ഇവരിൽ പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി, അത് അവന്റെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. പക്ഷെ സഭ കൂടി വരുമ്പം എല്ലാവരും അന്യഭാഷ പറയാം. ആരെ എന്താ പറയുന്ന ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരാൾക്ക് ഒറ്റ പിടിയും കിട്ടുന്നില്ല. ആത്മനിറവിന്റെ ആരാധന, പെന്തക്കോസ് നാൾ, പെന്തക്കോസ് അനുഭവം, സീനോയിലെ അനുഭവം. സീനോയിലെ അനുഭവം പറയാൻ ഇങ്ങനെ കുറെ കാച്ചങ്ങ് കാച്ചി വിടും. അന്യഭാഷ സഭയുടെ കൂടി വരുവിന് അത്യാവശ്യമായ കാര്യമാണ്. പക്ഷെ ശ്രദ്ധിച്ചോണം, എല്ലാവരും കൂടെ കൂടിയിരുന്ന് അന്യഭാഷ പറഞ്ഞിട്ട് ആര് പറയുന്നത് എന്താണെന്ന് വേറെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കി വിടുക എന്നുള്ളത് പാടില്ല എന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ ആത്മാവ് എനിക്കുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് പറഞ്ഞു, I spoke these things in the Holy Spirit of God. അന്യഭാഷ പറയണം, വ്യാഖ്യാനിക്കണം. ഇല്ലെങ്കിൽ അന്യഭാഷ പറയുന്ന ആൾക്ക് വ്യാഖ്യാനം വരെ ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലെങ്കിൽ ചുപ്പുരഹവും. നമ്മൾ ഏതാണ്ട് അതിന്റെ മറുപടി തീർന്നു. പക്ഷെ അതുകൊണ്ട് ആളുകൾ അടങ്ങത്തില്ല കേട്ടോ. ആളുകൾ അടങ്ങത്തില്ല. യെസ്.
ചോദ്യം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിനർത്ഥം എന്നറിയോ? ഇവന്മാര്, ഇത് ഇസ്രായേൽ മക്കള്, പ്രത്യേകിച്ച് യഹൂദന്മാര് പിഴച്ചതിന്റെ അങ്ങേയറ്റം വരെയും എത്തി. എന്തെല്ലാം കൊള്ളരാഴി കാണിക്കുക അത് മുഴുവൻ കാണിച്ചു. ദൈവത്തിന്റെ വചനം എന്നൊരു സംഗതി ഉണ്ട്, അരുളപ്പാട്, എഴുതപ്പെട്ട വചനം. അത് ഇവർ വർഷങ്ങളായിട്ട് എടുക്കാതിരുന്ന് അതൊരു മൂലക്കിരുന്ന് പൊടി അടിച്ചടിച്ചടിച്ചടിച്ച് അതിന്റെ മണ്ടയ്ക്ക് 10 അടി പൊടി കെട്ടി നിൽക്കുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നാ പറയാൻ വേണ്ട. എന്തോ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇപ്പോഴത്തെ എങ്ങനെ വചനമില്ല, വർഷിപ്പ് എന്നാ പറയുന്നത്. ചില പറയുന്നത് വാർഷിപ്പ് എന്നാണ്. എന്തോ ഷിപ്പ് എന്നാ, ഇതൊരു വാറ. യിരെമ്യാവിന്റെ കാലം ദൈവം ഒരുപാട് വാണിംഗ് കൊടുത്തിട്ട് അവർ തിരിച്ചു വരത്തില്ല. ഞാൻ നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോകാൻ ബാബേൽ രാജാവിനെ അയക്കാൻ പോവാ. അവൻ നിന്നെ എല്ലാം പിടിച്ചു കെട്ടി ഇവിടുന്ന് കൊണ്ടുപോകും. ഈ നഗരവും ഈ ആലയവും ഇത് മുഴുവൻ പിടിച്ചു കളയും. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കും. അത് എന്താ വന്നറിയാമോ? എന്താ കഷ്ടതയാ! അടിച്ച് തകർക്കില്ല അവരെ. അങ്ങനെ 70 വർഷം. ഇപ്പൊ നിങ്ങൾ എന്നെ ആരാധിക്കുന്ന പറഞ്ഞ വേറൊരു ഉടായിപ്പാണ്. ഇപ്പോഴത്തെ ആരാധന മുഴുവൻ ഉടായ്പ ആരാധന. ഗൾഫുകാരൻ അവന്റെ സ്പ്രേയുടെ മണം അടിപ്പിക്കാനും, അമേരിക്കയിൽ നിന്ന് വന്നവർ അമേരിക്കൻ ജോർജറ്റ് സാരിയൊക്കെ ഒന്ന് ആൾക്കാരെ കാണിക്കാനും, പിന്നെ അച്ഛന്റെ മുറി അമേരിക്കൻ ഇംഗ്ലീഷ് കേൾപ്പിക്കാനും, റിയലായി ദൈവത്തെ വിളിക്കാനല്ല വരുന്നത്. ദൈവത്തെ പ്രസാദിക്കുന്നില്ല. പറഞ്ഞു, ഞാൻ നിന്നെ അടിക്കാൻ പോവാണ്. അടികൊണ്ട് നിന്റെ വശക്കേട് 70 കൊല്ലം നീ അടിക്കൊണ്ട് കഴിക്കുമ്പം നീ എന്റെ വാസ്തവമായി വിളിക്കും. ഞാൻ കേൾക്കും, ഉത്തരവാറിലുകയും ചെയ്യും, അതിനെ വിടുവിക്കുകയും ചെയ്യും. അതൊരു പ്രൊഫസിയാണ്. That happened. Yes, and that happened. സർ, അടുത്ത ചോദ്യം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യത്തിൽ, ആ നാളും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, could you please explain this verse? ഈ പുത്രനെ പുത്രൻ അറിയാൻ ഈ പുള്ളിക്കാരൻ എന്താ നിർബന്ധം? അവന്റെ ആൻസർ കേട്ടോ? പുത്രൻ ഇല്ല. അതിപ്പോ ഈ ചോദ്യം ചോദിച്ചു. ദൈവം രഹസ്യമായി വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് അറിയണം? അത് രഹസ്യമാണ്. You don't have to know it. Even the son does not have to know it എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനാണോ അന്വേഷിക്കാൻ പോകുന്നത്? പുത്രനില്ല. അപ്പൊ ഞാനെന്ത് വേണം? ഞാൻ അതിന്റെ ഒരു മറുപടി കണ്ടുപിടിക്കണം, അല്ലേ? അല്ലേ? ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നെ പറ്റി അത് ജയിക്കുന്നില്ല. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം ദൈവം തന്റെ സോവറേനിറ്റിയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, അത് നിങ്ങൾക്കുള്ളതല്ല. ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് ടു നോ എന്ന കർത്താവ് പറഞ്ഞല്ലേ. ഒരു പുള്ളിയെ നീക്കുക, കർത്താവെ ഈ കാലത്താണ് ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു തരുന്നത്. ഓടാപ്പുറത്ത് അത് പിതാവിന്റെ ദൈവം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അവരും നിനക്കുള്ളതല്ല. നീ പോയി
ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിലും ശമര്യയിലും സാക്ഷിയാകാൻ പറഞ്ഞു. അത് നിനക്കുള്ളത്. കർത്താവ് ഇപ്പം രാജ്യം സ്ഥാപിക്കുന്നത് എപ്പം വരും എന്നുള്ള ആർക്കുള്ളത്? പിതാവിനുള്ളത്. അത് നിനക്കതിന്റെ കാര്യമില്ലെന്ന്. ഇത് നിനക്കതിന്റെ കാര്യമില്ലെന്ന് പുത്രൻ പറഞ്ഞ കാര്യം ഇപ്പൊ ഞാൻ പറയണത് ഒത്തും. ബാബു കേട്ട നിലയ്ക്ക് എന്തുവാ പുത്രനില്ലാത്ത പ്രിവിലേജ്? സ്വന്തം പുത്രനില്ലാത്ത എന്ത് പ്രിവിലേജ് ബാബുള്ളത് പറയാൻ? അല്ല, എന്ത് അറിവുള്ളത്? എന്റെ പൊന്നു സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കാം, ഇങ്ങനത്തെ ചോദ്യം കൊണ്ട് വരരുത്. ഞാൻ അതിന് ആൻസർ പറയാൻ ശ്രമിക്കത്തേയില്ല. ഈ പറഞ്ഞതാണ് എന്റെ ആൻസർ. ഓക്കെ 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 ഈ പറഞ്ഞതാണ് എന്റെ ആൻസർ. നമ്മൾ അറിയേണ്ടെന്ന് We should be very, very careful about such things. Very careful about such things. ഈ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തുടർന്നും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗൈൻ.